അമ്മാ ദേവരത്തി ഞാൻ വിളിക്കാവേ. അല്ലയോ കുറ്റം പറയാൻ പറ്റില്ല ഏട്ടാ. ഹാനോ വലിയ കിരിങ്ങിട്ടെ തിന്നേ കുറച്ച് സമയം എടുക്കും. അവന്റെ കയ്യിലെന്താ ഒരു ബാഗൊക്കെ? അത് കുഴിപ്പുറത്ത് നിന്ന് സാധനങ്ങളൊക്കെ എടുക്കണം പറഞ്ഞിട്ടുണ്ട്. എന്ത് സാധനം? എന്താടാ കയ്യില്? അമ്മ ഇത് എന്റെ കുറച്ച് സാധനങ്ങളാ. എന്ത് സാധനം? കുറച്ച് സാധനങ്ങള് എല്ലാം നീ പെറുക്കിയെടുത്തിട്ടല്ലേ വന്ന അവിടുന്ന്? ഇത് ഞാൻ കുറച്ച് മറന്നു വെച്ച സാധനങ്ങളാ, ഇന്നലെ ഓർത്തെ, അതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങ് എടുത്തെ. എന്ത് മറന്നു വെച്ച സാധനാന്ന് ചോദിച്ചേ? ഒന്നുമില്ല അമ്മ, എന്റെ കുറച്ച് സാധനങ്ങളാന്ന്. എന്തൊക്കെ അറിയണം അമ്മക്ക്? പിന്നെ ഞാനല്ല, പിന്നെ ആര് ചോദിക്കാനാ ഇതൊക്കെ? കുഴിപ്പുള്ളത്തച്ഛൻ എന്തേ? കുഴിപ്പുള്ളത്തച്ഛൻ കുഴിപ്പുള്ളത്തന്നെ ഉണ്ട്, അവിടെ സൂപ്പർവിഷന് നിന്നു. അവിടെ ജോലിക്കാരുടെ നിൽക്കുക? അതെ. അപ്പൊ ഇന്നും അവിടെ പണി നടക്കത്തില്ല. എന്നിട്ട് ചെയ്തമ്മ അങ്ങനെ പറഞ്ഞേ? സംസാര ഉപദേശം മാത്രല്ലേ നടക്കുള്ളൂ, അവിടെ പണി വല്ലതും മര്യാദയ്ക്ക് നടക്കുവോ? അപ്പൊ ഇന്നും കണക്കാ അവിടുത്തെ പണി. നീ വല്ലതും കഴിച്ചായിരുന്നാ? ഇല്ല സീതാമ്മ, ഒന്നും പറയണ്ട, ഒന്നും കഴിച്ചില്ല. എടാ നീ കൊച്ചിനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ? ഇല്ലമ്മ, കൊച്ചിനെ ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല. എന്ത് സ്വഭാവമാണ് എന്റെ സിദ്ധു, പിള്ളേരെ കൂടെ കൊണ്ടുപോയിട്ട് വല്ലതൊക്കെ വാങ്ങിച്ചു കൊടുക്കാതെ. മോശമല്ലേ ഇത്? വാ മക്കളിങ്ങി വാ, അമ്മ എടുത്തു തരാം. ഈ അളിയെ ഇങ്ങനെയാ സീതാമ്മ, ഒരു പച്ച വെള്ളം മേടിച്ചില്ല പാറോടെ. 8 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയും കഴിച്ചിട്ടാ ഇനി പറഞ്ഞു പോയെ. 8 പൊറോട്ടയാ കൊടുക്കാം? കൊടുക്കണം. എടാ എനിക്ക് മനസ്സിലായെന്ന്. നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എത്രയും പറയണ ഞാൻ കേട്ടോണ്ടിരിക്കുക. ഞാനിപ്പോ വീട്ടിൽ എത്തിയുള്ളൂ, കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വിളിച്ചാ പോരെ? ഞാൻ വിളിക്കാടാ. ചായ. ചായ? ചായ. താങ്ക് യു. യു വെൽക്കം. ഈ ഡ്രസ് എടുക്കാനാ കുഴിപ്പുറത്ത് പോയത്? ലജ്ജുസേ, വീട്ടില് പണി നടക്കുവാണല്ലോ, അപ്പൊ പണി നടക്കുന്ന കാരണം പൊടിയൊക്കെ വീണ് ഡ്രസ്സൊക്കെ അലമ്പാവണ്ടെന്ന് ഓർത്ത് ഞാൻ ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. പിന്നെ ഈ ഡയറി എടുത്തു, കുറെ കാര്യങ്ങളുള്ള ഡയറിയാ. അയ്യോ, ഇമ്പോർട്ടന്റ് കോള. വരവേ. ഹലോ. നല്ല ബാഗ് അടിച്ചു മാറ്റായിരുന്നു. ഇതിപ്പോ എവിടെ നിന്ന്? എന്താ ടോയ്സ് ഉണ്ടോന്നാ? നീ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോയ്സ് കൊണ്ടുവരാൻ? പറഞ്ഞിട്ടുണ്ടായിരുന്ന? അപ്പൊ അതിനകത്തുണ്ടാവും, നോക്ക്. മൊത്തം അങ്ങ് വലിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് കിട്ടുവേ. പൊളിക്കോ? അപ്പൊ പിന്നെ ഇല്ല. അച്ഛൻ പുറത്ത് കണ്ടു പോയി പറഞ്ഞിട്ട് എന്റെ അടുത്ത് തീരുമാനായി. ഡയറി കൊറേ കണക്കുണ്ടല്ലോ. കാശൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കടം കൊടുക്കുവാണോ എല്ലാവർക്കും? ചിത്തേക്കും. പ്രിയപ്പെട്ട നിനക്ക്. പ്രിയപ്പെട്ട നിനക്ക് എനിക്കാണോ? ഓ പ്രേമലേഖനം. പ്രിയപ്പെട്ട നിനക്ക്, നിന്നെ ഇന്നലെ കാണാൻ കഴിയാതെ ആയപ്പോൾ ഞാൻ ആകാശത്തെ മഴവില്ല് നോക്കി കുറെ നേരം ഇരുന്നു. ആ നിറങ്ങളെ എല്ലാം കാണുമ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വരും. ഒരു മഴ പെയ്യുമ്പോൾ ഞാൻ നിന്നെ ഓർക്കും. ഒരു കാറ്റ് വീശുമ്പോൾ ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്നെ ഓർക്കാത്ത സമയം എന്റെ ജീവിതത്തിലില്ല. എന്ന് ഇതൾ. ഇന്ന് ഇതളാ? ഏതിതള്? പഴയ പേപ്പർ. പ്രിയപ്പെട്ട
എന്റെ ഇട ഒന്ന് ഫോൺ വെക്ക്, ഇങ്ങനെ വെറുപ്പിക്കല്ലേ. ഞാൻ കുറച്ചൊക്കെ ആയിട്ട് എന്തായാലും വിളിക്കാം. ആ ഒന്നും പറയണ്ട, ആ കിഴങ്ങൻ ജിഷു കിടന്ന് വിളിച്ചോണ്ടിരുന്നു. ആണല്ലേ? പിന്നെ എന്താ ഇത് വലിച്ചു വരിട്ടേക്കുന്നേ? ആ അത് നിങ്ങളുടെ മോളുടെ പണിയാ. കല്ലൂസാ വലിച്ചു വരിട്ട് പോയി. ചെറിയൊരു അബദ്ധം പറ്റി. കല്ലൂസേ കുഴിപ്പുറത്തുനിന്ന് അവളുടെ ടോയ്സ് മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞായിരുന്നു, ഞാനത് മറന്നു. മറക്കുവല്ലോ. അല്ല തിരക്കാണല്ലോ മൊത്തത്തിലേ. അതവിടെ വെച്ചോ, ഞാൻ വെച്ചോളാം. എടുത്തു വെച്ചോളോ. കല്ലൂസ് എങ്ങോട്ടാ പോയെ? അവള് പുറത്തുണ്ടാവും. നോക്കട്ടെ. ചേട്ടാ ഇങ്ങോട്ട് വന്നേ, കാര്യം പറയടി. വാങ്ങ ചേട്ടാ. ദേ എന്തുവാ അത് നോക്ക്. കൊറേ നേരമായിട്ട് അവിടെ വന്നിരിക്കുക, എന്നിട്ട് ചിരിക്കാൻ കരയൊക്കെ ചെയ്യുന്നു. എന്തുവായിരിക്കും കാര്യം? ഞാൻ പോയി നോക്കാം, നീ ഇങ്ങോട്ടില്ലേ? എന്റെ ചേട്ടാ എനിക്കും കൂടെ കാര്യം അറിയണം ചേട്ടാ. നീ പറയണ്ട, ചെല്ലു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറയാം. അത്ര കാര്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഓടോടോടോടോടോ പറയണേ. ഓ ഓ ഓ ഓ. പ്രിയപ്പെട്ട എന്റെ സ്നേഹത്തിന്, ഇന്നലെ നിന്റെ കൂടെ നടക്കാൻ വന്നപ്പോൾ ഞാൻ കരുതിയില്ല എന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരിക്കും എന്നത്. എങ്ങനെയാണ് നിനക്കിങ്ങനെ മിണ്ടാൻ പറ്റുന്നത്? മിണ്ടി മിണ്ടി എന്റെ ഹൃദയത്തെ പ്രണയം കൊണ്ട് നിറയ്ക്കാൻ പറ്റുന്നത്? പ്രിയപ്പെട്ടവനെ, നിന്റെ നോട്ടം എന്റെ നെഞ്ചു കീറി പൊളിക്കുന്നു. നിന്റെ സംസാരം കേൾക്കാൻ എന്ത് മധുരമാണെന്നറിയുമോ? നിന്റെ ചലനങ്ങൾ പോലും മനോഹരമാണ്. നിന്റെ ശബ്ദം എന്നിൽ അലയടിക്കുന്നു. ചേച്ചി എന്ത് പറ്റി? നിന്റെ അളിയനുണ്ടല്ലോ, ഓ അയാള് മനുഷ്യനല്ലടാ. അയാളെ മാനത്തുനിന്ന് പൊട്ടി വീണ ഗന്ധർവനാണ്, ഗന്ധർവൻ. ചേച്ചി പറഞ്ഞൊന്നും എനിക്ക് കൊണ്ട് ക്ലിയർ ആയല്ലോ, ഒന്ന് തെളിച്ചു പറയാവോ? ഇതൊക്കെ എന്താന്നറിയോ? എന്താ? അവന് കിട്ടിയ പ്രേമലേഖനങ്ങളാ. പറയോ? ഒരാളുടെ അടുത്തുനിന്നാ? അല്ല, പല പല ആൾക്കാരുടെ അടുത്തതാ. ഇവനിത് കുഴിപ്പഴത്ത് പോയി എടുത്തോണ്ട് വന്നത് എന്തിനാന്നറിയോ? എന്തിനാ? അവനിതൊക്കെ നീ ഇതുപോലെ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട്. ചേച്ചി ഓർമ്മകൾ നല്ലതല്ലേ? ആർക്കും ഉപദ്രവമില്ലാത്ത ഓർമ്മകൾ വെച്ചോണ്ടിരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ? എന്റെ മാത്രം നിനക്ക് മഴ നിർത്താതെ പെയ്യുകയായിരുന്നു. ഇവിടുത്തെ ഇറയത്തു നിന്ന് ഓരോരോ മഴത്തുള്ളിയും എൻ്റെ കൈകളിലേക്ക് ഇറ്റിറ്റ് വീഴുമ്പോൾ നീ ആദ്യമായി എന്നെ തൊട്ട നിമിഷം എനിക്ക് ഓർമ്മ വരുന്നു. അതുപോലെ ഒരു നിമിഷം ഇനി എന്ന് എന്നിൽ പൂക്കും. ആ പൂക്കാലത്തിനായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് സ്വന്തം മഴ. അതെന്തൊരു തേങ്ങയാണ്? വിഷയം മഴയല്ലേ, ആ അപ്പൊ പെണ്ണിന്റെ പേര് മഴയെന്നായിരിക്കും. ചേച്ചി എന്തിനാ ചേച്ചി പറയണേ? അങ്ങനെ എന്റെ പേരൊന്നൊന്നുമില്ല. ആ മഴ, വെയില്, ഇല, ശബ്ദം, വേനൽ, കാറ്റത്തൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നത്. ആണോ? എടാ സിദ്ധൂര്, ഞാൻ എന്തോ ഒരു ലവ് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ടടാ. എന്നിട്ട് ഒരെണ്ണം പോലെ എനിക്ക്
ചേച്ചി അളിയൊരു റൊമാൻറ്റിക് കില്ലാടി തന്നെ കേട്ടാ. ഐ മീൻ ചില പേരൊക്കെ എല്ലാവർക്കും ഓരോന്നോരോന്ന് ഇട്ടേക്കുന്നോണ്ട് പറഞ്ഞതേ ഉള്ളൂ. അവൻ ഇത്രയും കത്തുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കാത്ത വേറെ എന്തോരം കത്തുകൾ ഉണ്ടാവും. അൺലിമിറ്റഡ് കൊറേ കാണും. ഇതിനെ കളിയെ മറുപടി എഴുതി കാണൂല്ലേ? എനിക്ക് വയ്യ. എന്നാലും ഇത്രയും കാമുകിമാരുണ്ടായിരുന്ന ഒരുത്തനെയാണോ ദൈവമേ നീ എന്റെ തലയിൽ കെട്ടി വെച്ചത്? ഇപ്പൊ കാമുകിമാരുണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ടത് ആർക്കറിയാം. ചേച്ചി ഡൗട്ട് ചേച്ചി, ആരാ ഇത്രയൊക്കെ കത്ത് ഇങ്ങോട്ട് മേടിക്കുകയും തിരിച്ചെഴുതിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അളിയനെ പഠിക്കാൻ സമയം കിട്ടി കാണൂ. ചോദിക്കാലോ, മനുഷ്യനല്ലേ. ചേച്ചി അളിയന് റൊമാൻറ്റിക് കില്ലാടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ചേച്ചി ഇതിനകത്ത് നമ്മുടെ അനാർക്കലി ടീച്ചറിന്റെ വല്ല കത്തുണ്ട്? അങ്ങനെ അനാർക്കലി ടീച്ചറിന്റെ കത്താണെന്ന് ഇതിന്ന് എങ്ങനെ ഞാൻ കണ്ടുപിടിക്കാനാ? പേരൊന്നും ഇല്ലല്ലോ. ഓ ചെല്ലപ്പേരാണല്ലോ ഇല്ല ഇല്ല. ഈ അനാർക്കലിയ അനാർ 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 എന്റെ മാതളമി അനാറില്ല കലി കല്ല് ഡയറക്റ്റ് പേരറിഞ്ഞായിരുന്നു നീ കൊള്ളായിരുന്നു. തപ്പി കണ്ടുപിടിക്കായിരുന്നു. തപ്പി കണ്ടുപിടിച്ചിട്ട് എന്തിനാ? എല്ലാത്തിനും കൂടെ കെട്ടിച്ചു കൊടുക്കാനാ? എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. കാണിച്ചു കൊടുക്കാൻ ഞാൻ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ചേച്ചി 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 വേണ്ട ചേച്ചി പോടാ അവിടെ. ചേച്ചി നാണക്കിടന്ന്. ചേച്ചി ചേച്ചി സീതാമ്മയ്ക്കുള്ള സീതാമ്മക്ക് അറിയട്ടെ മോന്റെ ലീലാവിലാസങ്ങള്. ചേച്ചി അയ്യോ അവന്റെ ലച്ചൂസ്. ആ സ്നേഹത്തോടെ വിളിയിട്ട് ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നും? ചേച്ചി എന്തുവാ ഇത്? ഇടി എടുത്തായിരുന്നോ? അപ്പൊ നീ അല്ലേ എന്റെ ബാഗ് മൊത്തം തുറന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടെ? സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിയത് കൊണ്ട് കയ്യിലിരിപ്പൊക്കെ മനസ്സിലായല്ലോ എനിക്ക്. ആരെന്നാ ഇത്? ലച്ചുസ ഇതെന്റെ ഫ്രണ്ടിന്റെയാ. ലച്ചുനെ കാണിക്കാൻ വേണ്ടി ഞാൻ ബാഗിൽ എടുത്തു വെച്ചതാ. ഓ പുരോഗമന ചിന്താഗതിക്കാരനായ ഭർത്താവ്. അളിയടാ ഞാൻ സത്യം പറയണേ, എന്റെ ഫ്രണ്ടിന്റെയാണ്. മനസ്സിലായി. കണ്ടിന്യൂ. ലച്ചു ചുമ്മാ ഇതിന്റെ പേരിൽ സീനാക്കാൻ നിൽക്കരുത് കേട്ടോ. നീ വായിച്ചായിരുന്നോ? കള്ളം പിടിക്കുമ്പോ അങ്ങനെ അങ്ങ് പറഞ്ഞാ മതിയല്ലോ. ഫ്രണ്ടിന്റെ ലച്ചുനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതൊക്കെ. എന്റെ പൊന്നു ലച്ചു സത്യം ഞാൻ പറയണേ, ഇതിന്റെ ഫ്രണ്ടിന്റെയാ. എന്റെ പൊന്നു സിദ്ധു എന്തിനാണ് ആവശ്യത്തെ കള്ളൊക്കെ പറയുന്നത്? ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞാ പോരെ? ലച്ചു എന്റെ ഫ്രണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവന്റെ ബാച്ചിലർ പാർട്ടിക്ക് അവൻ എന്റെ അടുത്ത് കത്തിച്ച് കളടാന്ന് പറഞ്ഞു തന്നെ സാധനങ്ങളെ ഇത് വായിച്ചു നോക്കിയപ്പോ എനിക്ക് കത്തിച്ച് കളന്നൊന്നുമില്ല. കുറച്ച് നാൾ എന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു. പിന്നെ ഇത് ഞാൻ ലച്ചുനെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവന്നല്ലേ. നല്ല ഫ്രഷ് കഥ. പക്ഷേ അവതരണം പഴയതായി പോയി. ഞാൻ ഇത് വിശ്വസിക്കില്ല സിദ്ധു. എന്റെ പൊന്നു ലച്ചു ഞാൻ സത്യം പറഞ്ഞതാ. ഇത് എന്റെ അല്ല, എന്റെ ഫ്രണ്ടിന്റെയാ. കല്യാണം കഴിഞ്ഞ ഏതെങ്കിലും ഒരു ഭാര്യ പണ്ട് ഭർത്താവിന് കിട്ടിയ പ്രേമലേഖനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സീനാവത്തില്ലയോടാ. അങ്ങനെ എനിക്ക് തന്നുവിട്ടാന്ന്. നീ വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കൂ, കത്തിക്കാൻ തോന്നുന്നില്ലടാ. എങ്ങനെ കത്തിക്കാൻ തോന്നും? പല പല കാമുകിമാർ എഴുതി കൊടുത്ത കത്തുകളാണല്ലോ. എന്റെ പൊന്നു ലച്ചു ഇത് എന്റെ അല്ല, എനിക്ക് കിട്ടിയതല്ലെന്ന്. തന്നെ 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 നമുക്ക് മനസ്സിലായില്ലേ, സംഭവമൊക്കെ മനസ്സിലായി. അളിയ ചുമ്മാ ചുമ്മാ നീ ചൊറിയല്ലേ കേട്ടോ. ഓ നമ്മളൊന്നും പറയണില്ലേ. വിശ്വസിക്കാൻ പറ്റില്ല. എന്തുവാ എന്താ ഇവിടെ ഒരു ബഹളം? ആണോ? ആ ഇതാടാ അമ്മ ഇവളുടെ ഓരോരോ കുസൃതികളാ. അതല്ലേ ചൂസ് മാത്രമല്ല ഇവിടെ കുസൃതികളൊക്കെ ചെയ്യാറുള്ളൂ. ഇതിപ്പോ രണ്ടുപേരും വഴക്കായോ? വഴക്കിലേക്ക് എത്തിയില്ല, പക്ഷേ ഉടനെ വഴക്കിലേക്ക് ആവും. എന്തുവാടാ? അളിയോ ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഊരായിരുന്നു. ഇതിപ്പോ ഒരു കൊട്ടം കണക്കിനുണ്ടല്ലോ അളിയാ. നടക്കൂല. അളിയാ എന്റെ അമ്മയും എന്റെ അമ്മൂമ്മയൊക്കെ ഇവിടെ നിൽക്കുന്നു, അതുകൊണ്ട് മയത്തിലൊക്കെ സംസാരിക്കും. എന്തുവാടാ? എന്താ മക്കളെ? ആഹാ അമ്മ ഇത് വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ വാങ്ങിയ ബില്ല. എന്റെ പൊന്ന് കനകന്റെ അവക്ക് ഒച്ച വെക്കാൻ എന്തെങ്കിലും കാര്യം വേണോ? നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോയി നോക്കുന്നത്. എന്റെ ജോലി നോക്ക്. ഞാൻ നിന്റെ ജോലി നോക്കുന്നുണ്ട്. അളെ പോലെ ബില്ല.
ഏത് നേരത്താണോ ഈ ലെറ്റേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയത്? ഇപ്പൊ ഞാൻ അവളെ ഇനി എങ്ങനെ വിശ്വസിപ്പിക്കും? അച്ഛാ എന്താ ചക്കരെ? അച്ഛൻ കരയുവാണോ? മക്കളെ, ഇങ്ങനെ പോയാലേ അച്ഛൻ ഇന്ന് കരയേണ്ടി വരും. അച്ഛനമ്മയും പിണക്കമാണോ? അച്ഛനും അമ്മയും തമ്മിൽ പിണക്കമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു പിണക്കം. എന്തേ? ഞാൻ സംസാരിക്കണം അമ്മയായിട്ട്. മക്കള് സംസാരിച്ചാൽ ശരിയാവൂ? ഞാൻ സംസാരിക്കാം അച്ഛാ. ഉറപ്പാ? ആ, ഞാൻ സംസാരിച്ച പിണക്കം മാറും. അങ്ങനെയാണെങ്കിലേ കല്ലൂസിന് സംസാരിക്കും. പിണക്കം മാറ്റണേ? ഉറപ്പല്ലേ? മിഠായി മേടിച്ചു തരുമോ? കൊറേ മിഠായി വിളിച്ചു തരാം അച്ഛൻ. അവന്റെ പ്രേമലേഖനം. കിട്ടി, ഇത് മതി. കണക്കാണോ? എന്നോട് വഴക്കിട്ടിരിക്കുക കലിപ്പ? ലച്ചൂസേ, ഈ ലവ് ലെറ്റേഴ്സ് ഒക്കെ എനിക്ക് കിട്ടിയതാണെന്നാണോ നീ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ഓ, അപ്പൊ എന്റെ വിചാരമായി. നിന്റെ വിചാരം തന്നെയാ. ഈ ലെറ്റേഴ്സ് ഒക്കെ നീ വായിച്ചു നോക്കിയതല്ലേ, എന്നിട്ട് നിനക്ക് കാര്യം മനസ്സിലായില്ല? എന്റെ ജീവിതമില്ലേ, എന്റെ ജീവിതം ഇങ്ങനെ അങ്ങ് തീരട്ടെ. ലച്ചു ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. ഞാൻ പറയും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പറയുമ്പോഴാണ് പ്രശ്നം. അവിടെ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നല്ലേ? ഞാൻ വിളിച്ചല്ലേ. എന്നാലും ഞങ്ങളെത്തരം നോക്കിയിരിക്കുവായിരുന്നു. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. ചേട്ടാ ഇത് കഷ്ടമല്ല. എന്ത്? അല്ല, നിങ്ങൾ രണ്ടാളും പറയുന്നത് ഈ ലവ് ലെറ്റേഴ്സ് ഒക്കെ എനിക്ക് കിട്ടിയതാണെന്നല്ലേ? അതെ. ശരി, തെളിയിക്കാം. ഞാൻ വായിക്കുന്നതേ കൃത്യമായിട്ട് കേട്ടോണം. ലെറ്റർ ഞാൻ വായിക്കാൻ പോവാ. ഓ, നിന്റെ വലത് കൈയിലെ കാക്കപ്പുള്ളി കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു. ആ കാക്കപ്പുള്ളി ഞാനായിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. ഈ ലെറ്റർ എനിക്ക് കിട്ടിയതാണെങ്കിൽ എന്റെ കയ്യിലെ കാക്കപ്പുള്ളി നിങ്ങൾ കാണിച്ചു തരണം. നോക്കിച്ചു. വലത്തെ കേട്. ഇടത്ത കൈ നോക്കിച്ചു. വലത്തെ കേടായാലും പറഞ്ഞു ഇടത്തെ കേടാണ്. എടാ കാക്കപ്പുള്ളി ഇല്ലടാ. ഇനി ഇതാണോ ഉദ്ദേശിച്ചത്? എടാ പോണേ, ഇതാറ്റുമല്ലേ? ലച്ചൂസേ, എന്റെ കയ്യിലെ കാക്കപ്പുള്ളി ഇത് നോക്കിച്ചേ. എവിടെ എനിക്ക് കാക്കപ്പുള്ളി ഉള്ളതിന്? എനിക്ക് നോക്കണ്ട. ഇതാണ് നമ്മൾ പറയുന്നൊന്നും ആരും വിശ്വസിക്കത്തില്ല. അളിയാ, നീ ബാക്കിയുള്ള ലെറ്റേഴ്സ് എല്ലാം വായിച്ചു നോക്ക്. എന്നിട്ട് ഇതിൽ പറഞ്ഞ എന്തെങ്കിലും ഞാനുമായിട്ട് വല്ല ബന്ധമുണ്ടോ കൊണ്ട് നീ പറയണം. വായിക്കേ. അത് ശരി. നിന്റെ ചുരുണ്ട മുടി കാണുമ്പോൾ എനിക്ക് കാർമേഘ കെട്ടുകളെ ഓർമ്മ വരുന്നു. എവിടാ എനിക്ക് ചുരുണ്ട മുടി? ഒന്ന് കാണിച്ചതാ. പണ്ട് ചിലപ്പോ ചുരുണ്ട മുടി. പണ്ട് ഒരു ചുരുണ്ടിട്ടും ഇല്ല. നീ അടുത്ത ലെറ്റർ നോക്ക്. എടാ, ഒരു ബന്ധമില്ല ഞാനായിട്ട്. ഒന്ന് വിശ്വസിക്കില്ല ചൂസേ. എന്റെ ജീവിതകാലം മുഴുവനും നിന്റെ പൂച്ചക്കണ്ണുകളിൽ നോക്കിയിരിക്കാൻ എനിക്ക് ആഗ്രഹം. അളിയാ, എനിക്ക് എവിടെയാടാ പൂച്ചക്കണ്ണ്? അല്ല, ഒന്ന് കാണിച്ചു തരണം എനിക്ക് പൂച്ചക്കണ്ണ് ഉണ്ടെങ്കിലേ. എന്തേ ചേച്ചി, ഇത് അളിയനുള്ളതല്ല. കണ്ടാ, എവരെ കാര്യം മനസ്സിലായി. ഇവക്ക് മാത്രം എന്താണോ മനസ്സിലാവാത്തത്? എന്റെ അല്ല, എനിക്കത് കിട്ടിയതല്ലേ ഇത്. അവൻ നിന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാന്നറിയോ? രാവിലെ ഒരു 8 പൊറോട്ടയും കുറച്ച് ബീഫിന്റെ കഷ്ണം മേടിച്ചു കൊടുത്തില്ലേ, അതുകൊണ്ട്. ഇച്ചിരി ബീഫിന്റെ കഷ്ണത്തിന് വേണ്ടി സ്വന്തം ചേച്ചിനെ വെച്ചുന്ന. ചേച്ചി സത്യമായിട്ടും അല്ലെന്ന്. പോടാ അവിടുന്ന്. എനിക്കറിയാം. എടാ, നിനക്ക് ഇതിനും മാത്രം ലെറ്റേഴ്സ് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ നീ എത്ര അങ്ങോട്ട് എഴുതി കൊടുത്തു കാണും. ഞാൻ എന്റെ ചങ്ക് പറിച്ചത് നിനക്ക് ലവ് ലെറ്റർ എഴുതി തന്നിട്ടില്ലേ? എന്നിട്ട് നീ എനിക്ക് ഒരെണ്ണെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് ഇഷ്ടല്ലേ ഇതിനെ, കള്ളൻ. എന്താടാ പറഞ്ഞു? ഒരു കാര്യമില്ലാതെ വഴക്കുണ്ടായി. ഇതിന്റെ കുഴപ്പമായിരുന്നു എന്തോ എനിക്ക്. ചേച്ചി ഉണ്ടായി വർഷം കഴിഞ്ഞ? എനിക്ക് ആരോടും ഒരു പ്രശ്നമൊന്നുമില്ല. ഓ, ഇങ്ങനെ എന്തോ സംസാരിച്ചൊന്നുമില്ല. ചേച്ചി, അളിയന്റെ കൂട്ടുകാരന് കിട്ടിയ ലെറ്ററാണ്. അതെനിക്ക് മനസ്സിലായടാ. പക്ഷേ പെട്ടെന്ന് അങ്ങനെ തോറ്റു കൊടുക്കാൻ ഒരു മടി. ആരാ? വേറെ ആരും എന്റെ കെട്ടിയവൻ വോയിസ് നോട്ടൊക്കെ അയക്കുന്നുണ്ട്.
ലച്ചുസേ ഒന്ന് പുറത്തേക്ക് വന്ന് എനിക്കൊന്ന് സംസാരിക്കണം. പറ്റി കാണാൻ കോംപ്രമൈസ് ചെയ്യാൻ വിളിക്കണതാ. ഇനി നോക്കിക്കോ, ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എന്റെ കാല് പിടിച്ച് കരയും. അപ്പൊ ഞാൻ പ്രശ്നം സോൾവ് ആക്കും. ചെല്ല് ചെല്ല്, അളിയന്റെ വിധി പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മേ. എന്താ പറയാനുള്ളത്? ലച്ചു, ഞാൻ ഒരുപാട് ആലോചിച്ചു. രണ്ട് മനസ്സുകളെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ബെറ്റർ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കണം നല്ലത്. മനസ്സിലായില്ല. ഞാൻ എന്തായാലും തീരുമാനം എടുത്തു. ലച്ചുവിനെ ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്ത് തീരുമാനം എടുത്തോന്ന്? ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്തവസാനിപ്പിക്കാൻ? നമുക്കേ പിരിയാം. എന്ത്? ചുമ്മാ വായി തോന്നുന്ന ആവശ്യത്തൊന്നും പറയരുത് കേട്ടാ. ഞാൻ ചുമ്മാ തമാശ കളിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറഞ്ഞല്ലേ. എന്റെ പൊന്നു സെറ്റ്, എനിക്ക് മനസ്സിലായി ആ കത്തൊന്നും നിനക്ക് വന്നതല്ലെന്ന്. അത് ശരി, അപ്പൊ എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണല്ലേ? ലച്ചു, എന്താണ് ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അതിൽ മാറ്റമൊന്നുമില്ല. ചുമ്മാ തമാശ കളിക്കല്ലേ സന്തോ. ലച്ചു, എനിക്ക് ഇനി ഇതിക്കുള്ളൊന്നും സംസാരിക്കുകയില്ല. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാൻ മര്യാദയ്ക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം എനിക്ക് പറയാനുള്ളതേ ഞാൻ എഴുതി ഒരു ലെറ്റർ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് വായിച്ചാൽ മതി. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള എല്ലാം ഉണ്ട്. വായിച്ചു. പ്രിയപ്പെട്ട എന്റെ ലച്ചൂസി, ഒരു പ്രേമലേഖനം എഴുതുന്നതിൽ എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല. എന്നാലും എന്റെ ലച്ചൂസിന് വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. ലച്ചൂസിനെ ഓർമ്മിച്ചുകൊണ്ട് ഇത് എഴുതുമ്പോൾ എന്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടും നമ്മുടെ മനസ്സിൽ ഒരിക്കലും പേര് തീരാതെ നിൽക്കുന്നത് നമുക്കിടയിലെ പ്രണയമാണ്. നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പോകുന്ന അത്രയും ദൂരം ഒരുമിച്ച് തന്നെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ പ്രണയിക്കണമെന്ന് ചിലരെങ്കിലും ചിലരെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. പക്ഷെ ഞാൻ ലച്ചൂസിനെ പ്രണയിക്കാൻ പഠിച്ചത് നിന്നിൽ നിന്ന് തന്നെയാണ്. നിന്നിലേക്ക് നോക്കുമ്പോൾ, നിന്നെ ഓർമ്മിക്കുമ്പോൾ ഞാൻ പ്രണയം കാണുന്നു, അനുഭവിക്കുന്നു. അത്രത്തോളം ഞാൻ തിരിച്ചു തരാൻ ശ്രമിക്കുന്നു. ഞാൻ നിന്നെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. സ്നേഹപൂർവ്വം, സിദ്ധു. അല്ല, ലച്ചുവിന്റെ സിദ്ധു.